This video is powered by Wahoo Tour and Travels, Kerala's most trustable traveling partner. നമ്മളങ്ങനെ കവരത്തി എത്തി. നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ കൂട്ടാൻ വന്ന്. വെൽക്കം ടു കവരത്തി. നമ്മൾ കവരത്തി എത്തി. നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനി ചെറിയ പേപ്പർ വർക്കൊക്കെ ഉണ്ട്. നമ്മളെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം അവിടെ. നമ്മളുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവരവിടെ ചെക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. 3000 രൂപ. ലീനയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം അല്ലേ. ലക്ഷദ്വീപിലെ സ്പെഷ്യൽ സാധനങ്ങൾ എന്താണ്? അതിൻ്റെ ഇഡലിയോ എന്താണ്? ഇതൊക്കെ പേരറിയത്തില്ല. ഇത് മാസപ്പം അല്ലേ? നമ്മളിത് കടല ഉണ്ടാക്കിയത്. തുടങ്ങിക്കോളൂ. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞല്ലോ ലീനയുടെ വീട്ടിലായിരുന്നു. അവിടെ പോയിട്ട് നിറയെ ഫുഡ്, ഫ്രൂട്ട്സ്, സ്നാക്സൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇപ്പം ഞാനുള്ളത് അവളുടെ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഫുഡൊക്കെ അവരാണ് സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഫ്രഷായി. നല്ല ക്ഷീണമുണ്ട്, ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഫ്രഷായി ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അജുവിൻ്റെ വീട്ടിലാണ്. അജു എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് അജുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങുമായിരിക്കും. എന്നിട്ടൊന്ന് ഉറങ്ങണം. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകും. എല്ലാവരും അവിടെ ഉണ്ട്. കുറച്ച് ഫുഡ് കഴിക്കാൻ പോകും. ഇതെന്താണ്? ഇലാഞ്ചി. ഇത് കിലാഞ്ചി. ഇതിൽ പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലല്ലേ? ഇതാണ് കവരത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്. ഇത് ഈ കാണുന്നത്. ഇതിലും വലിയ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇല്ല. ബിസ്മില്ല സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈസ്റ്റേൺ ജെട്ടിയിലാണ്. കവരത്തിലുള്ള ഈസ്റ്റേൺ ജെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ച അപാരമാണ്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കടലിൻ്റെ തിരമാല, എത്രയും വലിയ തിരമാലകൾ. അടിപൊളി സ്പോട്ടാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടത്. നിങ്ങൾ കണ്ടു നോക്ക്. ഇത്രയും വലിയൊരു തിരമാല ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നോക്ക്. നിങ്ങൾക്കിത് എത്രത്തോളം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി നേരിട്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അവിടെ നിന്ന് അത് വരുന്നത് നോക്ക്. ശരിക്കും പേടിയാവുന്നുണ്ട്. അതിങ്ങനെ തിളക്കം കാണുന്നത് ഫുള്ള് മീനാണ്. ആ തിളങ്ങി വരുന്നത് ഫുള്ള്. എന്ത് രസമല്ലേ! നിങ്ങൾക്കത് കാണുന്നത്. ചേട്ടൻ മീൻ കിട്ടിയില്ല. കിട്ടിയില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് അധികം ആഴമില്ലാത്ത തോന്നും. കണ്ട തൂണിൻ്റെ അടിഭാഗമൊക്കെ താഴെ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ നമ്മൾക്ക് ആഴമില്ലാത്ത തോന്നും. പക്ഷെ ഇത് നല്ല ഡീപ്പാണ് ഈ ഏരിയ. നമുക്ക് നോക്കുമ്പോൾ താഴെ വരെയുള്ള ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം. താഴത്തെ മണലൊക്കെ ഉണ്ടാവും. താഴത്തെ മണലൊക്കെ നല്ല ക്ലിയർ ആയിട്ട്. ആ ടണലിൻ്റെ കണ്ടില്ല, അടിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാം.
പക്ഷെ നല്ല ഡീപ്പാണ്. ചെറുതായിട്ട് ഇങ്ങനെ തിളങ്ങുന്നത് മീനാണ്, കുഞ്ഞു കുഞ്ഞു മീനുകൾ. നമ്മളെല്ലാവരും ഉണ്ട്. ആക്ച്വലി ഇവർ പറയുന്നത് പെരുന്നാൾ സമയത്തൊക്കെ നിറയെ മീൻ ഇവിടെ പെരുന്നാൾ സമയത്തൊക്കെ വന്നിട്ട് വെളുപ്പിനെ അവർ വരും. വന്നിട്ട് രാത്രിത്തെ ഫുഡിന് ശേഷം വെളുപ്പിനെ ഒരു 3-4 മണി വരെ ഇവിടെ നിന്ന് മീനെ പിടിക്കും. അവർ നിറയെ ഇതവരുടെ ഹോബിയാവും അവിടെ ഇരുന്നിട്ട് മീൻ പിടുത്തം. കുറേ ഫോണിൽ കിട്ടുന്നില്ല, കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇവിടെ ശരിക്കും ആൾക്കാർ രാത്രി സമയങ്ങളിൽ ഇവിടെ വന്നിട്ട് മീൻ പിടുത്തക്കാർ, അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ മീനെ പിടിക്കുന്ന. ഈ ചേട്ടൻ ഇവിടെ നിന്ന് മീനെ പിടിക്കുന്നു. ഇതിൻ്റെ അടിയിൽ കാണില്ല, ശരിക്കും അറിയില്ല, ഫോണിൽ കിട്ടില്ല. കുഞ്ഞു കുഞ്ഞു മീനുകൾ അയാളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇതാ ഇട്ടേക്കുന്ന മീനെ ചത്തു. കുറേ ആൾക്കാർ ഇത് അവിടെയൊക്കെ അവർ മീനെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈവായിട്ടൊരാൾ മീനെ പിടിച്ചിട്ടതാ കേട്ടോ. പാവത് ചത്ത് ചാവുന്ന്. അയ്യോടാ, എന്തോ പോലെയല്ലേ തോന്നുന്നു. ഇങ്ങനെയാണോ? പക്ഷെ വറുത്ത് നിന്നാൽ സൂപ്പറായിരിക്കും. ഷെടാ, അപ്പോൾ അവിടെ ഇവിടെ ഓരോന്നോരോന്ന് പഠിക്കുന്നുണ്ട്. അയ്യോടാ, ഇത് ശരിക്കും അയല മീനാണ്. അയല മീൻ. പക്ഷെ ഇതിൽ ഇവിടത്തെ ആൾക്കാർ പറയുന്നത് കണ്ണൻ മീൻ. കുറേ അവിടെ ഇവിടെയൊക്കെ മീനെ പിടിച്ചിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ മണിക്കൂറുകളായിട്ട് ചൂണ്ടിട്ടിട്ട് കിട്ടുന്നതാണ് ഇതുപോലെ ഓരോന്ന്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി നല്ലൊരു ഉറക്കം. ബാക്കി ഇനി കുറച്ചുകൂടെ സ്ഥലത്ത് വേണമെങ്കിൽ പോയായിരുന്നു. പക്ഷേ നമുക്ക് ട്രാവലൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസമെങ്കിലും നല്ല കംപ്ലീറ്റ് ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നാളെ തൊട്ട് നമ്മൾ അടിപൊളിയായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കറക്കം ഇവിടെ വെച്ച് നിർത്തി. ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് നാളെ ഇനി അടുത്ത സ്ഥലത്ത് പോവാം എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ കവരത്തി ദ്വീപ് ഫുള്ള് കണ്ട് തീർക്കാമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകാമല്ലോ. ഇന്നിപ്പം നല്ല ടയർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇടും. അപ്പോൾ കാണുക. അപ്പോൾ see you.